പിത്താശയ ഗ്രന്ഥിയിൽ ശസ്ത്രക്രിയ ചെയ്തതിൽ പിഴവ് പറ്റിയിട്ടും ആശുപത്രി അധികൃതർ സംഭവം മറച്ചുവെച്ചതായി പരാതി. എറണാകുളം കളമശ്ശേരി കിൻഡർ ആശുപത്രിക്കെതിരെ സൗത്ത് കളമശ്ശേരി സ്വദേശി കെ.പി. ജലീലാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇൻഷുറൻസ് ഇനത്തിൽ 40,000-ഓളം രൂപ ആശുപത്രി അധികൃതർ തട്ടിയെടുത്തതായും പരാതി. 12-ാം തീയതി സർജറി ഇത് കഴിഞ്ഞിട്ട് 13-14 എനിക്ക് ആകെ ശരീരം കളറും മഞ്ഞ കളറാവാൻ തുടങ്ങി. ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് പിത്തസഞ്ചി എടുത്തപ്പോൾ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, ആ ക്ലിപ്പ് ലൂസായതായിരിക്കും എന്ന് പറഞ്ഞു. 15-ാം തീയതി പിന്നെ എന്നെ CT റൂമിൽ കൊണ്ടുപോയിട്ട് CT ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷെഫിക് ഡോക്ടറും അവിടെ ഇരിക്കുന്ന പുള്ളിയും കൂടിയും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇവിടെയാണ് കട്ട് ഓഫ് ആയേക്കണത്, ഇവിടെയാണ് ഇഞ്ചുറി സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ റൂമിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങനെ പലതും സംസാരിക്കും, അത് നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശരീരം മൊത്തം മഞ്ഞ കളറായി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് MRI സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് VD കൊണ്ടുപോയിട്ട് MRI സ്കാൻ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മളുടെ മൊബൈലിലേക്ക് റിപ്പോർട്ട് അയച്ചെന്ന് പറഞ്ഞു. റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് CBD ഇഞ്ചുറി സംഭവിച്ചെന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് എൻ്റെ വൈഫ് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ അപ്പം സമ്മതിച്ച് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം തന്നെ ആ ഡോക്ടറുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തന്നെ ഡോക്ടറെ ആണ് മാറ്റണത്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, അതീവ ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. പിത്താശയ ഗ്രന്ഥിയിൽ ശസ്ത്രക്രിയ ചെയ്തതിൽ വലിയ പിഴവ് പറ്റി. ജലീൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നീലിമ, കഴിഞ്ഞ ഒക്ടോബർ മാസം 2-നാണ് ഈ കളമശ്ശേരി സ്വദേശിയായിട്ടുള്ള ജലീല് വയറുവേദനയെ തുടർന്ന് കളമശ്ശേരിയിലെ കിൻഡർ ആശുപത്രിയിൽ ആദ്യം ചികിത്സയ്ക്കെത്തിയത്. ഈ സമയത്ത് പരിശോധന നടത്തുകയും വൃക്കയിൽ കല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് മരുന്ന് കഴിച്ചാൽ മാറുമെന്നും അറിയിച്ചാണ് ഈ കിൻഡർ ആശുപത്രിയിലെ ഡോക്ടർമാർ വിട്ടിരുന്നത്. എന്നാൽ ഈ വയറുവേദന മാറാതെ ഇരുന്നതിനെ തുടർന്ന് വീണ്ടും ഇദ്ദേഹം പരിശോധനയ്ക്ക് എത്തിയ സമയത്താണ് ഈ പിത്താശയത്തിന്റെ ഉള്ളിൽ അണുബാധയുണ്ട് എന്ന് കണ്ടെത്തുകയും ഇത് അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ നടത്തണമെന്നും ഇവിടെയുള്ള ഡോക്ടർമാർ കണ്ടെത്തുകയും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 12-ാം തീയതി ഒക്ടോബർ മാസം 12-ാം തീയതി ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ തന്നെ ആശുപത്രി വിടാമെന്നായിരുന്നു ആദ്യം ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. എന്നാൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. ശരീരത്തിൽ മുഴുവനും മഞ്ഞ നിറം അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇവർ ഒരു സംശയം പ്രകടിപ്പിച്ചതോടുകൂടി ഡോക്ടർമാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഇവർ ശസ്ത്രക്രിയ നടത്തുമ്പോൾ പിഴവ് പറ്റി എന്നുള്ള ഒരു കാര്യം ഡോക്ടർമാർ തന്നെ സമ്മതിക്കുകയായിരുന്നു. ഈ ആശുപത്രിക്ക് പുറത്തുനിന്ന് നടത്തിയ ഈ സ്കാനിലടക്കം ഇദ്ദേഹത്തിന്റെ പിത്താശയത്തിലുള്ള ട്യൂബിൽ മുറിവ് പറ്റിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് പിന്നീട് ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിക്കുകയും ഇതിനുള്ള തുടർ ചികിത്സ ഇവിടെ കിൻഡറിൽ ലഭ്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി ഡോക്ടർമാർ അറിയിക്കുകയുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഡോക്ടർമാരുടെ തന്നെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത്. എന്നാൽ ഈ ആശുപത്രിയിലെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ കിൻഡർ ആശുപത്രി തന്നെ വഹിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ പണം നൽകാതെ ഇവർ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഈ ജലീൽ ഇപ്പോൾ പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നീലിമ, അതീവ ഗുരുതരമായ ചികിത്സാ പിഴവാണ് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. കിരൺ കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.